കേരളത്തിൽ രാജ്യവിരുദ്ധ ശക്തികളുടെ ശക്തമായ പ്രചരണം നടന്നു. പ്രചരണം മാത്രമല്ല, ശക്തമായ പ്രവർത്തനം നടത്തി. അത് രാജ്യവിരുദ്ധ ശക്തികളാണെന്ന് ഒരു സംശയം ആർക്കും ആവശ്യമില്ല. രാജ്യവിരുദ്ധ ശക്തികൾ എന്ന വാക്കാണ് BJP ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത്. ലവ് ജിഹാദ് ഉണ്ടെന്ന് വർഷങ്ങളായി കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന പ്രശ്നമാണ്. അപ്പോൾ നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കൾ ഉൾപ്പെടെ കോട്ടയത്ത് വെച്ച് എന്നെ ചീത്ത വിളിച്ചത് ഞാൻ ഓർക്കുക. ലവ് ജിഹാദ് ഉണ്ടെന്ന് ഞാൻ പത്രസമ്മേളനം നടത്തിയതിനാണ് എന്നെ ചീത്ത വിളിച്ചത്. എന്നെ 5 പ്രാവശ്യം പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിച്ചു പിണറായി വിജയൻ. 9 കേസ് ഇപ്പോൾ ഈ ലവ് ജിഹാദ് ബന്ധപ്പെട്ട് തന്നെ ഉണ്ട് എനിക്ക്. ഞാൻ പറഞ്ഞത് പക്ഷെ ഇപ്പോൾ ഈ കോതമംഗലത്തുണ്ടാക്കിയ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, ഇത്രയും ശക്തമായ തെളിവുകളുള്ള ഒരു ലവ് ജിഹാദ് പ്രശ്നം ഇന്ത്യയുടെ ചരിത്രത്തിലില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. എന്താണെന്ന് ചോദിച്ചാൽ, പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും ഉണ്ടെന്ന് ആദ്യം പറഞ്ഞ വ്യക്തി എന്ന് പറയുന്നത് പാലായിലെ അഭിമന്യ പിതാവാണ്, കല്ലറങ്ങാട്ട് പിതാവ്. അങ്ങേരുടെ അരമനയിലേക്ക് പാലായിലൊന്നും മുസ്ലിങ്ങളേ ഇല്ല. ഇപ്പം പിന്നെ കുറച്ച് ബിർലിൻ്റെയൊക്കെ ആയിട്ട് കുറച്ച് മുസ്ലിങ്ങളുണ്ട്. എന്നിട്ടും 2000-ഓളം SDPI ജമാഅത്തെ ഇസ്ലാമി ഗുണ്ടകളാണ് അരമനെ ആക്രമിക്കാൻ വന്നത്. ഞാനന്ന് അവിടെ ഒറ്റയ്ക്ക് നിൽക്കുക. അന്ന് RSകാർ വന്നാൽ രക്ഷിച്ചത്, അത് വേറെ കാര്യം. ഞാനിത് പറയാൻ കാരണം, ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഇപ്പം ഈ ലവ് ജിഹാദ് ഇഷ്യൂവിൽ ഉൾപ്പെടെ മത തീവ്രവാദികളുടെ കടന്നുകയറ്റത്തിൽ കേരളത്തിലെ ഇടത് വലത് മുന്നണികളിൽ ഒരേ മാനസിക നിലയിലാണ്. അവരെ സഹായിക്കുന്ന നിലയിലാണ് പിണറായി വിജയൻ്റെ പാർട്ടി, നമ്മുടെ കോൺഗ്രസ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന മുന്നണി. അതാണ് ഏറ്റവും ദുഃഖകരം. ഞാൻ ഓർക്കായിരുന്നു 1999 മുസ്ലിം ലീഗിനെ മുന്നിൽ ചേർത്താൽ അധികാരത്തിൽ വരാൻ കഴിയും എന്ന് ഇടതുപക്ഷത്തിന് ചർച്ചയുണ്ടായി. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ മുസ്ലിം ലീഗുമായിട്ട് ചർച്ചയ്ക്ക് തയ്യാറാകുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അച്യുതാനന്ദൻ പറഞ്ഞു, അന്തരിച്ച ആ നല്ല മനുഷ്യനെ ഞാൻ ഓർമ്മിക്കുക. അച്യുതാനന്ദൻ പറഞ്ഞു, ഞാനാണല്ലോ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി, മുസ്ലിം ലീഗിൻ്റെ പിന്തുണയോട് മുഖ്യമന്ത്രിയാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. VS കേരളത്തിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്ന് വേണമെങ്കിൽ പറയാം, അദ്ദേഹം നമ്മളിപ്പോൾ ഇല്ല, അദ്ദേഹം പറഞ്ഞു. അത് മാത്രമല്ല, ഇപ്പം കോൺഗ്രസ് നിലയെന്നു ലീഗിന് വർഗീയത കുറവാണ് എന്ന ആരോപണത്തിൻ്റെ പേരിൽ ജമാഅത്തെ ഇസ്ലാമി SDPI കൂട്ടിക്കൊണ്ടാണ് നിലമ്പൂർ ഇലക്ഷന് കോൺഗ്രസ് നേരിട്ടത്. പിന്നെ എങ്ങനെ നന്നാവും? ഉദാഹരണം പറഞ്ഞത്. ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്ന ലവ് ജിഹാദ് ഉണ്ടോ, ഇനിയിപ്പോൾ ചർച്ചയില്ല, എല്ലാവർക്കും ബോധ്യമായി ഉണ്ട്. ഇതിനെന്താണ് ഒരു മാർഗം? ആദ്യം ഇത് സംബന്ധിച്ച് പറയാനുള്ളത്, ഇവിടുത്തെ ഇടത് വലത് മുന്നണികൾ ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ട് ആ സത്യം ജനങ്ങളോട് തുറന്നു പറയാനും ലവ് ജിഹാദിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാനുമുള്ള ആർജവം ഇടത് വലത് മുന്നണികൾ പ്രകടിപ്പിക്കണം. ഇന്ന് പാവപ്പെട്ട ഒരു പെൺകുഞ്ഞ് ആത്മഹത്യ ചെയ്ത സംഭവമാണ് കോതമംഗലത്ത് കത്തി നിൽക്കുന്നത്. ആ പെൺകുഞ്ഞിൻ്റെ വീടൊന്ന് സന്ദർശിക്കാൻ CPMൻ്റെയോ കോൺഗ്രസിൻ്റെയോ നേതാക്കന്മാർ തയ്യാറാകുന്നില്ല എന്നത് എത്രയോ ദുഃഖകരമാണ്. ലോക്കൽ MLA എന്ന് ചില MLA എന്ന് സൂചിപ്പിച്ചാണ്, കോളനിയല്ലേ, അതുകൊണ്ട്. അതല്ലാതെ CPMൻ്റെയോ കോൺഗ്രസിൻ്റെയോ ഒരു നേതാവ് പോലും, മാന്യതയായ ഈ സംസ്ഥാനത്തിലുള്ള ഒരു നേതാവ് പോലും ആ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ അവിടെ എത്താൻ സന്മനസ് കാണിച്ചില്ല എന്ന് പറയുമ്പോൾ ഇവരുടെ ക്രൂരമായ മനസ്സിൻ്റെ നില എത്ര സങ്കടകരമാണ്, എത്ര പ്രതിഷേധാർഹമാണെന്ന് നിങ്ങളോട് ഞാൻ പറയേണ്ടതായിട്ടില്ല. ഇവിടുത്തെ പ്രശ്നം ലവ് ജിഹാദ് എന്ന് പറയാൻ കാരണം, നാളിതുവരെയായി 100 കണക്കിന് പെൺകുട്ടികളെ ഇങ്ങനെ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്.
ഞാനിത് പറയുമ്പോൾ തെളിവ് എവിടെയെന്ന് നിങ്ങൾ ചോദിച്ചിട്ടുണ്ട്. തെളിവ് ചിലത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു കുടുംബത്തിൽ നിന്നൊരു പെൺകുട്ടി നഷ്ടപ്പെട്ടാൽ അത് തുറന്നു പറയാൻ കുടുംബം തയ്യാറാവില്ല. അഭിമാന ബോധം ഇത് മനസ്സിലാക്കേണ്ട. ഈ കോതമംഗലം ദീക്ഷ എന്താ? കൊട്ടാരക്കര കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി. കൊട്ടാരക്കരയിലെ ആ കുഞ്ഞിൻ്റെ അപ്പൻ നേരെ പൊന്നാനി ചെന്ന് മതം മാറ്റ പ്രകടനം നടന്നുകൊണ്ടിരിക്കുക. ആ കൊച്ചിനെ ഇട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചാടി അകത്ത് കയറി ബലമായി ആ പെണ്ണിനെ രക്ഷിച്ച് കൊട്ടാരക്കര എത്തിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം നടന്ന സംഭവമാണ് കൊട്ടാരക്കര. നിലമ്പൂരെ കൊച്ചിനെ ഇതുവരെയും അപ്പം കരഞ്ഞുകൊണ്ട് നടപ്പുണ്ട്, കിട്ടിയിട്ടില്ല. അതിനെ പിടിച്ച് മുസ്ലിം ആക്കി കാണും. ഈ കുട്ടിയുടെ പ്രശ്നം എന്താ? ഈ ലവ് ജിഹാദ് എന്ന് പറയാൻ കാരണം അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കുട്ടി മുസ്ലിം ആകാൻ തയ്യാറായി. കുട്ടി മാത്രമല്ല, കുട്ടിയുടെ അമ്മ തയ്യാറായി മുസ്ലിം ആയിക്കോട്ടെ എന്ന് സമ്മതിച്ചു. എന്നിട്ടും ആ കുട്ടിയെ കെട്ടാൻ അവൻ തയ്യാറായില്ല. അവൻ മുസ്ലിം ആകണം എന്നാവശ്യപ്പെട്ടതല്ലാതെ കല്യാണത്തിന് തയ്യാറായില്ല. നമ്മുടെ ഇടുക്കിയിൽ ഇത് രജിസ്റ്റർ ചെയ്യാമെന്ന് പറഞ്ഞു. സ്വാമിയായപ്പോൾ അവൻ പറഞ്ഞു വേണ്ട, നമുക്ക് ഇവിടെ തന്നെ രജിസ്റ്റർ ചെയ്യാമെന്ന് പറഞ്ഞു. കല്യാണം അവൻ മാറ്റി വെച്ചു. എന്നിട്ട് ആ കുട്ടിയെ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്ന് മാത്രമല്ല, ഭീകരമായി അയാളും അയാളുടെ അമ്മയും അയാളുടെ സഹോദരങ്ങളും ഒരു പറ്റം മുസ്ലിം എന്ന വാക്ക് ഞാൻ വിത്ഡ്രോ ചെയ്യുന്നു, ഒരു പറ്റം രാജ്യവിരുദ്ധ ഇതുപോലുള്ള ശക്തികളും കൂടെ ചേർന്നുകൊണ്ട് ആ കുഞ്ഞിനെ ഭീകരമായി മർദ്ദിക്കുക മാത്രമല്ല, മുസ്ലിമാക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുമെന്ന് ആ കുട്ടിയെ ഭീഷണിപ്പെടുത്തി. ആ കുട്ടി ഈ ചരിത്രം മുഴുവൻ അതിൻ്റെ ഒരു സുഹൃത്തായ പെൺകുട്ടിയോട് പറഞ്ഞിട്ടുണ്ട്. ആ പെൺകുട്ടി നിങ്ങൾ കണ്ടാൽ മതി, ആ പെൺകുട്ടി ചരിത്രം മുഴുവൻ പറയും. ഇവിടുത്തെ പ്രശ്നം അതല്ല. ഇങ്ങനെ ഒരു പെൺകുട്ടിയെ ബലമായി ഇവൻ എന്തായാലും സ്നേഹിച്ചവനാണെന്നാണ് പറയുന്നത്. ഞാൻ നീ ആത്മഹത്യ ചെയ്തുള്ള അനുവാദം കൊടുത്തേണ് പോരെ. അപ്പം ഈ ലവ് ജിഹാദിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ? പെൺകുട്ടിയെ കെട്ടണമെന്ന് അവൻ ആഗ്രഹിച്ചിരുന്നില്ല. അവൻ്റെ ആഗ്രഹം അവളെ മുസ്ലിമാക്കുക എന്ന് മാത്രമാണ്. ഇവിടെ സ്ഥലം വെച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ്, ഇപ്പോൾ ഞാൻ പറയുന്നില്ല. നിങ്ങളെ പത്രക്കാർക്ക് കോട്ടയം പത്രങ്ങൾ ചോദിച്ചാൽ പറയും. ഒരു സ്ഥലത്തുണ്ട് കോഴിക്കോടിനടുത്ത്, അവിടെ ഇതുപോലെ പെൺകുട്ടികളെ അടിച്ചു മാറ്റി അവിടെ കൊണ്ടിയിലും. പിന്നെ ഈ കൊണ്ടിയിൽ നിന്ന് അവൻ കാശ് മേടിച്ചുകൊണ്ട് പോകാം, കാശുണ്ട് ഇതിനൊക്കെ, പണം മേടിച്ചുകൊണ്ട് അവന് പോകാം. ആ പെൺകുട്ടിയുടെ സ്വർഗം കാണിക്കും ഒരാഴ്ച കൊണ്ട്. അത് കഴിഞ്ഞ് അതിനെ വിദേശത്തേക്ക് കയറ്റി നമ്മുടെ കള്ള ബോട്ടിൽ കയറ്റുക. അത് ദേശീയ വൃത്തി ചെയ്യേണ്ട ഗതിയിലാവും. ഇങ്ങനെ എത്ര പെൺകുട്ടികളെ കേരളത്തിൽ കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറയാൻ പിണറായി വിജയന് കഴിയുമോ? കേരളത്തിന് മുഖ്യമന്ത്രിയാണ് അങ്ങനെ പറയണ്ടേ? അങ്ങേർക്ക് ഉത്തരവാദിത്വമില്ലേ? ഈ പെൺകുട്ടിയെ ആത്മഹത്യ ചെയ്തതായിട്ട് ബന്ധപ്പെട്ട് അവനെ പിടിച്ച് അറസ്റ്റ് ചെയ്തിട്ട് എന്തിനവൻ അവനെ അറസ്റ്റ് ചെയ്ത് ഒരു ചെറിയ സെക്ഷൻ ഇട്ട് കേസെടുത്തിട്ടുണ്ട്. അവൻ്റെ അമ്മയെ പിടിക്കണ്ടേ? അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ കൊച്ചിനെ ആക്രമിച്ചു എന്ന് പറയുന്ന, പീഡിപ്പിച്ചു എന്ന് പറയുന്ന, ഉപദ്രവിച്ചു എന്ന് പറയുന്ന മുഴുവൻ പേരുടെ പേരിലും ജാമ്യമില്ലാത്ത സെക്ഷൻ ഇട്ട് കേസെടുത്ത് അറസ്റ്റ് ചെയ്യാനുള്ള മാന്യത കേരള പോലീസ് കാണിക്കണം, പിണറായി വിജയൻ്റെ പോലീസ് കാണിക്കണം. ഇല്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി BJP മുമ്പോട്ട് പോകും. ഒരു വിട്ടുവീഴ്ച ഈ കാര്യത്തിൽ കാണുകയില്ല. ഇന്ന് പോലീസ് സ്റ്റേഷൻ മാർച്ച് ഒരു സ്റ്റാർട്ടിങ്ങാണ്. ഇത് കഴിഞ്ഞാൽ ശക്തമായ പ്രവർത്തനം ഉണ്ടാവും. ഇവിടെ ഞാൻ ചോദിക്കുന്നത്, ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ പിടിച്ചുകൊണ്ടുപോയി ബലമായിട്ട് മുസ്ലിമാക്കാൻ നോക്കുക, മതം മാറ്റാൻ ശ്രമിക്കുക. ഇവിടെ എല്ലാവരും എങ്ങനെ മതം മാറ്റിയാൽ എവിടെ പോയി നിൽക്കും? എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ മതം മാറ്റുന്ന ഒരു പ്രക്രിയയാക്കി കേരളത്തിൽ മാറ്റിയെടുത്താൽ എവിടെ പോയി നിൽക്കും? ഇവിടെ കന്യാസ്ത്രീകളെ പിടിച്ചതിന് വലിയ വിപ്ലവം സൃഷ്ടിച്ച മാന്യന്മാരാണ്. ഇതിനെപ്പറ്റി എന്ത് പറയാനുണ്ട് CPM-ന്? ഇവിടുത്തെ CPI എല്ലാ കാര്യത്തിലും വലിയ വിപ്ലവം പറയുന്ന CPIക്ക് എന്ത് പറയാനുണ്ട്? കോൺഗ്രസ് പാർട്ടി പിന്നെ ഇങ്ങനെ ചെയ്യൂ, എന്നാലും കോൺഗ്രസ് പാർട്ടിക്ക് എന്ത് പറയാനുണ്ട്? ഇവിടുത്തെ മാണി ഗ്രൂപ്പ് എന്ത് പറയാനുണ്ട്? ഈ കേരള കോൺഗ്രസ് എന്ത് പറയാനുണ്ടെന്നൊക്കെ നിങ്ങൾ ചോദിക്കണം എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. ഇത് ശക്തമായി പ്രതികരിക്കാനും ഈ കുഞ്ഞിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യാനും തയ്യാറാണ്. അത് തന്നെയല്ല, ഈ കേസ് ആരാ അന്വേഷിക്കണ്ടേ? കേരളത്തെ പോലീസ് അന്വേഷിക്കേണ്ട കാര്യം ഭീകരവാദവും സാമ്പത്തിക ബന്ധവുമുള്ള കേസാണ്. ഭീകരവാദമുണ്ട്, ഇത് അന്വേഷിക്കേണ്ടത് NIA ആണ്.
BJP ആവശ്യപ്പെടുന്നു NIAയുടെ അന്വേഷണം ഈ കാര്യത്തിലുണ്ടാകണം. അതിനുവേണ്ടി മുഖ്യമന്ത്രി ഉടൻ നടപടി സ്വീകരിക്കണം. NIAയുടെ അന്വേഷണം മുഖ്യമന്ത്രിയുടെ പ്രമേയം സർക്കാരിൻ്റെ റിക്വസ്റ്റ് വേണം, ഉടൻ കൊടുക്കണം. ഇല്ലെങ്കിൽ ശക്തമായ ഇടപെടൽ ഇതിനെ സംബന്ധിച്ചുണ്ടാവും. ഒരു വിട്ടുവീഴ്ചയും കാണില്ല. ഈ കുഞ്ഞിൻ്റെ അമ്മ പാവം കരഞ്ഞുകൊണ്ട് വീട്ടിലിരിക്കുന്നു. ഒരാങ്ങള അവനും എല്ലാം കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്നതാണ്, മനസ്സിലാക്കണം. ആ അമ്മ തൊഴിലുറപ്പ് പദ്ധതിയിലാണ് ജോലി ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച്. ആ കൊച്ചൻ ആ തൊഴിലുറപ്പ് പദ്ധതി അവിടെ ഒരു വീട്ടിൽ അടുക്കളപ്പണിക്ക് തള്ള പോകുന്നുണ്ട്. ആ തള്ളയുടെ വീട്ടിലെ ഡ്രൈവിംഗ് പണി ചെറുക്കന് ഒരു ആങ്ങളയുള്ള ആ കുഞ്ഞാണ് ആത്മഹത്യ ചെയ്തെന്ന് ആലോചിച്ച്. അപ്പോൾ മനഃപൂർവ്വം തൊലി വെളുത്ത പെൺകൊച്ചുങ്ങളെ നോക്കി, സുന്ദരികളെ നോക്കി അഡ്ജസ്റ്റ് ചെയ്ത് ഈ ഭീകരന്മാർ, അതായത് രാജ്യവിരുദ്ധ ശക്തികൾ, ആ വാക്കാൻ ഉപയോഗിക്കുന്നത്, ഇങ്ങനെ തട്ടിക്കൊണ്ടു പോവാണ്. ഇതിനെതിരായി ശക്തമായി പ്രതികരിക്കാൻ കേരളത്തിലെ ജനങ്ങൾ തയ്യാറാകണം. മുഖ്യമന്ത്രിക്കും ഭരണകക്ഷിക്കും പ്രതിപക്ഷത്തിനും എന്ത് പറയാനുണ്ട് എന്നറിയാൻ കൂടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇതാണ് പറയാനുള്ളത്.